അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിർസത്തോ മുഅ്മിനീങ്ങളെ ചെമ്മ നാളായിട്ട് വീഡിയോയിൽ വരാതെ, അതായത് അൽഹംദുലില്ലാ ഞങ്ങളെ വഹാബി സ്വലാഹി ഇപ്പൊ കുറച്ച് നാളായിട്ട് അൽഹംദുലില്ലാ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചൊന്നിരുന്ന ദീനിയുമായി കുറച്ച് ബന്ധമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കഥക്കാവന്നെ കുറെ ചൊല്ലുറുണ്ട്. അൽഹംദുലില്ലാ അതേപോലെ കുറെ കഥ ചൊന്നുറു. ആ കഥക്കൊന്നും ഇയാൾക്ക് ഞാൻ വീഡിയോ ആക്കിയിട്ടില്ല, വേണ്ട ആവശ്യമില്ല. അതിനിടയിൽ അൽഹംദുലില്ലാ ഇയാള് ഖബർ സിയാറത്തിനെ കുറിച്ചിട്ട് ചൊന്ന ഭാഗം ഇട്ടിന്ന് അൽഹംദുലില്ലാ തുടങ്ങുക സാധ്യമായിട്ടില്ല. അതേപോലെ ഈ വഹാബി ആശയത്തെ ശരിക്കും ഇയാള് ചേഞ്ച് ആവുടെ ഒരു വിഷയം ഇട്ടിന്ന് അൽഹംദുലില്ലാ കാമ തുടങ്ങുകയായിട്ടില്ല. അൽഹംദുലില്ലാ അൽഫമറ. ഇപ്പോ ഈ കത്തച്ചൊളുടെ ഇടക്ക് വെറുതെ ആവശ്യമില്ലാത്ത ഖബറിനടുത്ത് ഖുർആൻ ഓതുന്ന വിഷയത്തിൽ തെല്ല് പലക്ക പറഞ്ഞിട്. ഫസ്റ്റ് നിങ്ങൾ അത് നോക്കൂ. ഖബർസ്ഥാനത്തിൽ ഖുർആൻ ഓതുകില്ലാണ്ട് ചൊല്ലുന്നത് എത്ര സ്പഷ്ടമായ ഹദീസ്, സ്വയം മുസ്ലിമിലുള്ള ഹദീസ് അല്ലേ? ഇണ്ടെന്താ ഖുറാഫിമാർ അല്ലേ? എന്താക്കരെ ആ ഖബർസ്ഥാനത്ത് പോയിട്ട് മയ്യത്തിലെ ദുർദച്ച് ഖുർആൻ ഓതരെ, ഖബറിന്റെ ദുർല് പോയിട്ട് ഖുർആൻ ഓതരെ. ഒരു ഖത്ത തീർക്കണു വല്ല ಅದಕ್ಕೆ വേണ്ടിട്ട് ടെൻറ്റെല്ലാം കെട്ടിട്ട്, പ്രത്യേകമായ ടെൻറ്റെല്ലാം കെട്ടിട്ട് അവിടെ വെച്ചിട്ട് ഉസ്താദുമാർ ദെപ്പാട്ടിട്ട് ഖുർആൻ ഓതരെ. ഉസ്താദുമാർ ഈ ഖുർആൻ ഓതും ഇങ്ങനെ മനസ്സിലുള്ളതിരെ ഇപ്പൊ കിട്ടു ഇത്ര റാസി കാസ് കീസേക്ക് നൊറക്കി വെക്കും അല്ലേ? അങ്ങ് എത്രമേ ഉള്ളി റസൂല സഹാബിരംഗമ ആറും പഠിപ്പാട്ടാത്തെ തനിച്ച ബിദാത്തേറ്റിക്കുന്നത് ഖബർസ്ഥാനത്തോടെ പോയിട്ട് ഖുർആൻ ഓതുക. ആ ഖുർആൻ ഓത്തലും മയ്യത്തിറക്കി എന്തും കിട്ടില്ല, ഒരു ഹദീസും ഇല്ല. അപ്പോ ഖുർആൻ ഓതുന്നത് ബിദ്അത്ത് ഉണ്ട്. ഞാനിപ്പോ ചെമ്മ കിതാബ് ഉദ്ധരിക്കൊണ്ട് അതെന്തും ഉദ്ധരിക്കാതെ ഒന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് അഥവാ നന്റെ ശബ്ദം കേൾക്കുന്ന സുന്നികൾക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തോ പ്രവർത്തിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു ഇബാറത്ത് ഓതുക. അല്ലാമ ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അൽ മുഗ്നിയിൽ ചൊല്ലുന്ന ഇബാറത്ത് എന്താ ഇബാറത്ത്? അത് ഇജ്മാഉൽ മുസ്ലിമീന ഫഇന്നഹും ഫീ കുല്ലി ആസുറിൻ വ മിസ്ർ. മുസ്ലിമീങ്ങളുടെ ഇജ്മാ എന്ത്, മുസ്ലിമീങ്ങളുടെ ഏക അഭിപ്രായം എന്ത്? ബഹുമാനപ്പെട്ട ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അൽ മുഗ്നിയിൽ ഉദ്ധരിക്കറ് ഇജ്മാഉൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഏക അഭിപ്രായം. വഹാബി അല്ല, വഹാബി വിഷയത്തല്ല ഇത്. മുസ്ലിമീങ്ങൾ ചൊല്ലുടെ ആരല്ല ഉള്ളാറ് അങ്ങനെ ഇജ്മാ യജ്തമിഊന വയഖറഊന അൽ ഖുർആന വയഹ്ദൂന സവാബഹു ഇലാ മൗതാഹും മിൻ ഗൈരി നകീർ. മുസ്ലിമീങ്ങളുടെ പതിവ്, വഹാബിയല്ല, മുസ്ലിമീങ്ങളുടെ പതിവ്, അവരുടെ ഏക അഭിപ്രായം ഇജ്മാ ആയിട്ടിക്കട് യജ്തമിഊന വയഖറഊന അൽ ഖുർആന, അങ്ങ ഒരുമിച്ച് കൂടുക, ഖുർആൻ ഓതുക, വയഹ്ദൂന സവാബഹു ഇലാ മൗതാഹും, മരിച്ച ആളുകൾ അതിന് സവാബ് എത്തുകയായിട്ട് ദ്വാരക്കറ ഹദിയാക്കറ, മരിച്ച ആളുകൾ ഹദിയാക്കറ. ഇതായിട്ടിക്കട് മിൻ ഗൈരി നകീരിൻ, വല്ലാത്ത പദപ്രയോഗം അത്. മിൻ ഗൈരി നകീരിൻ, ഒരാൾക്കും മുസ്ലിമായ ആൾക്കും തർക്കമില്ലാത്ത ഒരു വിഷയം. നോക്കറ നിങ്ങൾ സുന്നികൾക്ക് ഈ ഇബാറത്ത് ആയിട്ടിക്കട് ഞാനിപ്പോ ഓതിയ. ഇനി വഹാബി ആശയത്തിൽ കുടുങ്ങിയ ആൾക്കാരുള്ളവരല്ലേ പാപ്പ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോ അതിൽ കുടുങ്ങുക കുറെ ആൾക്കാരുള്ളാറ്, ചെമ്പ ആൾക്കാരുള്ളാറ്. അങ്ങക്ക് ബേനായിട്ട് നിങ്ങളെ എല്ലാമായ ഇബ്നു തൈമിയ്യ, നിങ്ങളെ ഇത് പതാകവാഹകം, നിങ്ങളെ എല്ലാം ആ വഹാബിയുടെ ഏറ്റവും വലിയ ടോപ്പ് ലീഡർ എല്ലാമായ ഇബ്നു തൈമിയ്യ മജ്മുഉൽ ഫതാവൽ ചൊല്ലുണ്ട്. എന്താ ചൊല്ലുണ്ട്? മൻ ഖറഅൽ ഖുർആന മുഹ്തസിബൻ, ഒരാൾ ഖുർആൻ നല്ല കൂലി കിട്ടു എന്ന പ്രതീക്ഷയിൽ ഓതുറ്, ഒരാൾ ഖുർആൻ ഓതുറ്. വഅഹ്ദാഹു ഇലൽ മയ്യിത്ത്,
ഒരു മയ്യത്തിലേക്ക് ഹദിയാക്കറ്. എന്നാൽ നഫഅഹു ദാലിക അയാൾക്കത് കൂലി കിട്ടുന്നുണ്ട്. ഇബ്നു തൈമിയ ചൊല്ലുടെ. ഇബ്നു തൈമിയയെ സംബന്ധിച്ച് സ്വന്തം ശിഷ്യൻ ധാരാളല്ല, നിങ്ങളെ നേതാവന്നെ ഇബ്നു കസീർ എന്ത് ചൊല്ലുടെ കൊന്തുണ്ട വഖുതിമത് ലഹു ഖതമാതുൻ കസീറ. തന്റെ ഉസ്താദ് ഷെയ്ഖ് എല്ലാമായ ഇബ്നു തൈമിയ മരിച്ചപ്പോ വഖുതിമത് ലഹു ഖതമാതുൻ കസീറ ബിസ്വാലിഹിയ വബിൽ ബലദി, നാട്ടിലും നാട്ടിന്റെ പുറത്തും വഖുതിമത് ലഹു ഖതമാതുൻ കസീറ. എത്ര ഖത ഓതിര അയാളെ പേരിൽ, ആരെ പേരിൽ? ഇബ്നു തൈമിയയുടെ പേരിൽ എത്ര എത്ര ഖത ഓതിര. അൽ ബിദായത്ത് വന്നിഹായ എടുത്തു നോക്കൂ, ഇബ്നു കസീർ ചൊല്ലുടെ അയാളെ പേരിൽ ഓതല്ലേ. ഇബ്നു തൈമിന്റെ പേരിൽ ഖതം ഓത, ആ മയ്യത്ത് കുളിപ്പിച്ച് തന്നെ കുടിക്ക, നോക്കിയിട്ട് ബർക്കത്തെടുക്ക, മയ്യത്ത് ചുംബിച്ചിട്ട് ബർക്കത്തെടുക്ക, ഇതെല്ലാം ഇബ്നു കസീർ ചൊല്ലുണ്ട്. അത് നിങ്ങൾക്ക് തൊന്തരമേ ഇല്ല അല്ലേ? എത്ര വ്യക്തം ഇത്. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങളെ എല്ലാമായ ഇബ്നു അബ്ദുൽ വഹാബ്. ഇതിപ്പോ വഹാബ് ശരിക്കും കേൾക്കണോ? ഇയാൾ ഉത്തരം ചൊല്ലുക ഒരിക്കലും സാധ്യമല്ല. ഇബ്നു അബ്ദുൽ വഹാബ് ധൈര്യം ഉണ്ടെങ്കിൽ ഉത്തരം ചൊല്ലട്ടെ ഇയാൾ. ഒന്ന് ഇബ്നു തൈമിയ, രണ്ട് ഇബ്നു അബ്ദുൽ വഹാബ്, നിങ്ങളുടെ നേതാവ്, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരാള് ഇബ്നു അബ്ദുൽ വഹാബ്. ഇബ്നു അബ്ദുൽ വഹാബ് ഒരു കിതാബുണ്ട്, അഹ്കാമു തമന്നിൽ മൗത്ത്. നോക്കൂ നിങ്ങൾ, ആ കിതാബില് ഇബ്നു അബ്ദുൽ വഹാബ് ഒരു ഹദീസ് തന്നെ കൊടുക്കൂ. എന്തൊരു ഹദീസ്? മൻ ദഖലൽ മഖാബിറ, ഒരാൾ ഖബറിനടുത്ത് പോയി, ഖബർസ്ഥാനത്തേക്ക് പോയിട്ട് ഫഖറഅ സൂറത്ത യാസീൻ, കണ്ട സുന്യാക്കര പോലെ സൂറത്ത് യാസീൻ ഓതിയതാണ്. എന്നാൽ ഖഫഫല്ലാഹു അൻഹും, ആ ഖബറിലുള്ള ആൾക്ക് അള്ളാഹു ശിക്ഷ ലഘൂകരിക്കുന്നുണ്ട്. സൂറത്ത് യാസീൻ ഫലം കിട്ടിയ നോക്കൂ നിങ്ങൾ. മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത്ത യാസീൻ ഖഫഫല്ലാഹു അൻഹും. ഇതാണ് ചൊന്നരെ സുന്നിയല്ല, നിങ്ങളെ എല്ലാം ടോപ്പ് ലീഡർ ഇബ്നു അബ്ദുൽ വഹാബ്. മൂന്നാമത്തെ ആള് നോക്കൂ നിങ്ങൾ, നിങ്ങളെ ടോപ്പ് ലീഡർ ആര്? ഇബ്നു ഖയ്യിമുൽ ജൗസി. ഇബ്നു ഖയ്യിമുൽ ജൗസി കിതാബ് റൂഹ്, നിങ്ങളെ ടോപ്പ് ആള്. ഇതിന്റെ 19ാമത്തെ പേജ് എടുക്കൂ നിങ്ങൾ, 19ാമത്തെ പേജ് എടുക്കൂ. വഖദ് ദക്കറ ജമാഅത്തും മിനസ് സലഫി, വഹാബിയല്ല, സലഫി സ്വാലിഹീങ്ങളിൽ എത്രയോ ആൾക്കാർ, ഒന്നല്ല രണ്ടല്ല, എത്രയോ ആൾക്കാർ, ജമാഅത്തുൻ അങ്ങ ചൊന്നുറാറ്, അന്നഹും അവർ ഔസൗ അയ്യുഖറഅ ഇൻദ ഖുബൂരിഹിം, വസിയത്ത് തന്നെ. എന്തര് വസിയത്ത്? നന്റെ കബറത്ത് ഖുർആൻ ഓതനാവാ, ബിദ്അത്തല്ല. വസിയത്ത് എന്തര്? നന്റെ കബറിനടുത്ത് ഖുർആൻ ഓതനാവാ, അങ്ങനെ വസിയത്തായിട്ടിക്കിട് നന്റെ കബറിനടുത്ത് ഖുർആൻ ഓതനുണ്ട്. ആര് ചൊല്ലുടെ? സുന്നിയ. നിങ്ങളെ വഹാബി നേതാവല്ലേ? ആ ഈ നേതാവൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാവില്ലല്ലേ? ഇപ്പോ അങ്ങനെ ഇയാൾ എത്ര ഹദീസ് കൊമ്പുണ്ട് ഇതൊക്കെ തെളിവായിട്ട്, ഖുർആൻ ഓതുന്നുണ്ട് തെളിവായിട്ട് എത്ര ഹദീസ് കൊമ്പുണ്ട്. ഒരല്ല ബിദ്അത്തല്ലേ? അപ്പൊ നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ, ഇബ്നു കസീർ, ഇബ്നു അബ്ദുൽ വഹാബ്, ഇബ്നു ഖയ്യിമുൽ ജൗസി എല്ലാരും ഖുർആൻ എത്ര നിലക്ക് സമ്മതിച്ചാറ് നിങ്ങൾ നോക്കിയാറല്ലേ? ഇയാൾ നോക്കൂ, ഒരു കാമുണ്ടോ ഇയാളെ കൊണ്ടാവില്ല. അതൊക്കെ ചൊന്നറ നിങ്ങൾ കഥ ചൊല്ലറു, എന്തോ ഓപ്പോസിറ്റ് റിപ്ലൈ ഞങ്ങളത് ബണ്ടില്ല. ധൈര്യമായിട്ട് നീ കഥ ചൊല്ല. ദീനിൽ ഇല്ലാത്ത ചൊന്നെങ്കിൽ ഇൻഷാ അള്ളാഹ് അപ്പന്നെ ആശയം കൊണ്ട് നേരിടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹക്ക് പോലെ മനസ്സിലാക്കൂ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.